കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത് യൂറിൻ ഫിസിക്കൽ അനലൈസിസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും യൂറിന്റെ കെമിക്കൽ എക്സാമിനേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പല ഉപാപചയ, അതായത് മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ ഫലമായി വ്യത്യസ്ത രീതിയിലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ കെമിക്കൽ കണ്ടൻസ് യൂറിനിൽ കൂടി പുറത്തു വരാറുണ്ട്. നോർമലായിട്ട് കാണുന്ന യൂറിനിൽ കാണുന്ന വസ്തുക്കളെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയറിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. നോർമലായിട്ട് കാണുന്ന വസ്തുക്കളുടെ പോലും അളവിലുണ്ടാകുന്ന കൂടുതലോ കുറവോ പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളാകാൻ സാധ്യതയുണ്ട്. യൂറിൽ കാണുന്ന മുഴുവൻ രാസവസ്തുക്കളെ കുറിച്ച് പഠനം നടത്തുക എന്നുള്ളത് പലപ്പോഴും ഒരു റുട്ടീൻ സാധാരണ ക്ലിനിക്കൽ ലബോറട്ടറിയുടെ ലക്ഷ്യത്തിൽ വരുന്ന കാര്യമല്ല. നോർമലായിട്ട് സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലിനിക്കൽ ലബോറട്ടറിയിൽ ചെയ്യുന്ന യൂറിൻ കെമിക്കൽ അസ്സേകളെ കുറിച്ചാണ് നാം ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽപ്പെട്ട വസ്തുക്കളുടെ ലിസ്റ്റാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത്. പ്രോട്ടീൻസ്, ഷുഗർ, കീറ്റോൺ ബോഡീസ്, ബ്ലഡ്, ബൈൽ പിഗ്മെന്റ്സ്, ബൈൽ സോൾട്ട്, യൂറോബിലിനോജൻ. ഇവയിൽ ചില ഘടകങ്ങൾ നോർമൽ യൂറിനിൽ കാണപ്പെടാറുണ്ട്, ചിലത് നോർമൽ യൂറിനിൽ കാണാറില്ല. ഇതിന്റെ വേരിയേഷൻ ആണ് പ്രധാനം. വേരിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമൽ അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ വേരിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൂടുതലാകാം, കുറവാകാം. കൂടിയാലും കുറഞ്ഞാലും പലപ്പോഴും അത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും രോഗങ്ങളുടെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓരോ ഘടകങ്ങളെ കുറിച്ച് വിശദമായി പഠനം നടത്താം. ഡിറ്റക്ഷൻ ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞാൽ ലാർജ് മോളിക്കുലാർ വെയിറ്റ് കോമ്പൗണ്ടുകളാണ്. യൂറിൻ ഫോർമേഷനിൽ ഒന്നാം വർഷം നമ്മൾ പഠിച്ചതാണ്. വലിയ മോളിക്യൂളുകൾ ഒന്നും തന്നെ ഗ്ലോമർലെസ് വഴി യൂറിനിലേക്ക് എത്താറില്ല. ഗ്ലോമർലെസിന് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കാറില്ല, അത് നോർമൽ ആയിട്ടുള്ള അവസ്ഥയിൽ. പക്ഷെ നമുക്കറിയാം ചില പ്രത്യേക സാഹചര്യത്തിൽ വലിയ പ്രോട്ടീൻ മോളിക്യൂളുകൾ പോലും ഗ്ലോമർലെസ് ആ ഫിൽട്രേഷൻ അതിജീവിച്ചുകൊണ്ട് യൂറിനിലേക്ക് എത്താറുണ്ട്. നോർമലി സാധാരണ രീതിയിൽ യൂറിനിലുള്ള പ്രോട്ടീനിന്റെ അളവ് വളരെ കുറവായിരിക്കും. ഒരു 24 അവർ സാമ്പിൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 100 മില്ലിഗ്രാമിൽ കുറവ് മാത്രമേ പ്രോട്ടീന്റെ അളവ് കാണപ്പെടാറുള്ളൂ. ആ പ്രോട്ടീൻ പലപ്പോഴും ഗ്ലോമർലെസിന്റെ ഫിൽട്രേഷൻ അതിജീവിച്ച് വന്നു എന്നതിനേക്കാൾ ഉപരി നമ്മുടെ യൂറിനറി ട്രാക്റ്റിന്റെ പല ഭാഗത്തു നിന്നും ചെറിയ രീതിയിൽ എസ്കേപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ മോളിക്യൂളാണ്. ഇപ്പൊ നോർമലി നമുക്ക് പറയാൻ പറ്റും യൂറിനിലുള്ള പ്രോട്ടീന്റെ അളവ് വളരെ നെഗ്ലിജിബിൾ ആണ്. 100 മില്ലിഗ്രാമിൽ താഴെ മാത്രമേ ഒരു ദിവസത്തേക്കുള്ള കണക്കെടുത്താൽ തന്നെ ഉണ്ടാകാറുള്ളൂ. പ്രോട്ടീനൂറിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് എക്സ്ക്രീഷൻ ഓഫ് പ്രോട്ടീൻ ഇൻ യൂറിൻ ആണ്. മുമ്പ് സൂചിപ്പിച്ചു, സ്വാഭാവികമായ രീതിയിൽ നോർമൽ ആയിട്ടുള്ള അവസ്ഥയിൽ വളരെ കുറഞ്ഞ അളവിലേ പ്രോട്ടീൻ ഉണ്ടാകാറുള്ളൂ. പക്ഷെ ചില പ്രത്യേക രോഗങ്ങളിൽ പ്രോട്ടീന്റെ അളവ് കൂടുതലാകാം, അതിന്റെ അളവ് യൂറിനിൽ വർദ്ധിക്കാം. ആ കണ്ടീഷന് നമ്മൾ പറയുന്ന പേരാണ് പ്രോട്ടീനൂറിയ. മറ്റൊന്ന് ആൽബുമിനൂറിയയാണ്. ആൽബുമിനൂറിയ എന്ന് പറഞ്ഞാൽ യൂറിൻ ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീന്റെ പ്രസൻസിനാണ് നമ്മൾ ആൽബുമിനൂറിയ എന്ന് പറയുന്നത്. പ്ലാസ്മ പ്രോട്ടീൻസ് ഏതെല്ലാമാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അതിൽ ഏറ്റവും ചെറിയ മോളിക്യൂൾ ആണ് ആൽബുമിൻ. ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ കിഡ്നിക്ക് രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ യൂറിനിലൂടെ പുറത്തേക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ളത് ആൽബുമിനാണ്. കാരണം ബാക്കിയുള്ള പ്രോട്ടീൻ മോളിക്യൂളുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന ആൽബുമിന്റെ മോളിക്കുലാർ സൈസ് കുറവാണ്. ഇനി നമുക്ക് നോക്കാം ഏതെല്ലാം രോഗങ്ങളിലാണ് പ്രോട്ടീനൂറിയ ഉണ്ടാകാൻ സാധ്യത. ഒന്നാമത്തത് നെഫ്രോട്ടിക് സിൻഡ്രോം. അത് കിഡ്നിയെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ആ രോഗത്തില് നമ്മുടെ ഗ്ലോമർലെസിന്റെ ഫിൽട്രേഷൻ പവറിൽ ഉണ്ടാകുന്ന, ഫിൽട്രേഷൻ കപ്പാസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം മുഖാന്തരം
ആൽബുമിൻ ധാരാളമായിട്ട് യൂറിനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് നെഫ്രോസിസും, അതും ഒരു റീനൽ കിഡ്നി ഡിസീസ് ആണ് നെഫ്രോസിസ്. മൂന്നാമത്തത് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന രോഗമാണ്. മൾട്ടിപ്പിൾ മൈലോമ ഒരു തരം മാലിഗ്നൻസിയാണ്, നമ്മൾ ക്യാൻസർ എന്നൊക്കെ പറയുന്ന ആ ഗ്രൂപ്പിൽ പെടുന്ന രോഗമാണ് മൾട്ടിപ്പിൾ മൈലോമ. ഈ മൾട്ടിപ്പിൾ മൈലോമയില് ധാരാളമായിട്ട് ആന്റിബോഡി കമ്പോണൻസ് നിർമ്മിക്കപ്പെടുന്നു. ആന്റിബോഡികൾ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ പ്രോട്ടീനുകളിലെ ഗ്ലോബുലിൻ വിഭാഗത്തിൽ പെടുന്ന ഗാമ ഗ്ലോബുലിൻസ് ആണ് ആന്റിബോഡികൾ. ഈ ആന്റിബോഡി മോളിക്യൂള് പൂർണ്ണ രൂപത്തില് ഒരിക്കലും കിഡ്നിക്ക് ഫിൽട്ടർ ചെയ്യാൻ, അത് ഗ്ലോമറുലസിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ആ രോഗത്തില് ഈ ആന്റിബോഡി മോളിക്യൂളിന്റെ അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ മോളിക്യൂളിന്റെ ഒരു ഭാഗം മാത്രം ധാരാളമായിട്ട് നിർമ്മിക്കപ്പെടുന്നു. ഒരു ഭാഗം മാത്രം എന്ന് പറഞ്ഞാൽ അതിൽ കാണപ്പെടുന്ന ലൈറ്റ് ചെയിൻസ് എന്ന് പറയും. ഒരു ആന്റിബോഡി മോളിക്യൂളിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്, ഹെവി ചെയിനും ഉണ്ട്, ലൈറ്റ് ചെയിനും ഉണ്ട്. ഈ ഹെവി ചെയിനും ലൈറ്റ് ചെയിനും കൂടെ ചേർന്നിട്ടാണ് ഒരു ആന്റിബോഡി മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന മോളിക്യൂളിനെ ഒരിക്കലും കിഡ്നിയിൽ കൂടി കടന്നു പോകുമ്പോൾ ഗ്ലോമറുലസിനെ ഫിൽട്ടർ ചെയ്ത് യൂറിനിലൂടെ പുറത്തേക്ക് പുറന്തള്ളാൻ സാധിക്കില്ല. പക്ഷെ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന രോഗത്തില് ഹെവി ചെയിനേക്കാൾ കൂടുതൽ ലൈറ്റ് ചെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ലൈറ്റ് ചെയിനുകൾ നമ്മുടെ ബ്ലഡിൽ അല്ലെങ്കിൽ പ്ലാസ്മയിൽ ഫ്രീ ആയിട്ട് നിലനിൽക്കും. അങ്ങനെയുള്ള ലൈറ്റ് ചെയിനുകൾ വലിപ്പം കുറഞ്ഞവ ആയതുകൊണ്ട് അതിനെ ഗ്ലോമറുലസ് ഫിൽട്ടർ ചെയ്ത് യൂറിനിൽ കൂടി പുറന്തള്ളും. അത്തരത്തിലുള്ള പ്രോട്ടീനുകൾക്ക് നമ്മൾ വിളിക്കുന്ന പേര് ബെൻസ് ജോൺസ് പ്രോട്ടീൻസ് എന്നാണ്. BJP, ബെൻസ് ജോൺസ് പ്രോട്ടീനുകൾ എന്ന് പറയാറുണ്ട്. ഇപ്പൊ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞ രോഗത്തില് യൂറിനിൽ കൂടി ഗ്ലോബുലിൻസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. നെഫ്രോട്ടിക് സിൻഡ്രോമിലും നെഫ്രോസിസിലും ഒക്കെ ആൽബുമിൻ ആണ്. പക്ഷെ മൾട്ടിപ്പിൾ മൈലോമയില് ഗാമാ ഗ്ലോബുലിൻസ്, ആ ഗാമാ ഗ്ലോബുലിൻസിന്റെ അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻസിന്റെ ലൈറ്റ് ചെയിൻസ്, കാപ്പ ആൻഡ് ലാംഡ ലൈറ്റ് ചെയിൻസ് ആണ് യൂറിനിൽ കൂടി പുറത്തേക്ക് വരിക. നാലാമത്തെ കണ്ടീഷൻ നമ്മൾ പറയുന്നത് കെമിക്കൽ പോയ്സണിങ് ആണ്. ടോക്സിക് ആയിട്ടുള്ള പല കെമിക്കൽസും നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ കിഡ്നി ഫംഗ്ഷനെ ബാധിക്കുകയും തന്മൂലം പ്രോട്ടീനുകൾ യൂറിനിൽ കൂടി പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു. ഇനി പ്രോട്ടീനുകളെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകളാണ്. പ്രധാനമായിട്ട് 3 തരം ടെസ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഹീറ്റ് ആൻഡ് അസിറ്റിക് ആസിഡ് മെത്തേഡ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. രണ്ടാമത്തത് സൾഫോ സാലിസിലിക് ആസിഡ് മെത്തേഡ്, ഇതും ഒരു ടർബിഡിറ്റി ഫോർമേഷൻ തന്നെയാണ്. മൂന്നാമത്തതായിട്ട് റിയേജന്റ് സ്ട്രിപ്പ് മെത്തേഡ്. റിയേജന്റ് സ്ട്രിപ്പുകൾ നമുക്കറിയാം, റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്ട്രിപ്പുകൾ ഇപ്പോൾ ലാബുകളിൽ അവൈലബിൾ ആണ്. ഈ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് യൂറിൻ അനാലിസിസിൽ പല ടെസ്റ്റുകളും ചെയ്യാനായിട്ട് സാധിക്കും. കോമൺ ആയിട്ട് നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റ് ഹീറ്റ് ആൻഡ് അസിറ്റിക് ആസിഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഹീറ്റ് ആൻഡ് അസിറ്റിക് ആസിഡ് ടെസ്റ്റിന്റെ പ്രൊസീജിയർ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത് ഫിൽറ്റർ ഓർ സെൻട്രിഫ്യൂജ് ക്ലൗഡി സ്പെസിമെൻ. ക്ലൗഡി സ്പെസിമെൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുമ്പ് നമ്മൾ യൂറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ അനലൈസിസിൽ നമ്മൾ പഠിച്ചു. നോർമൽ യൂറിൻ ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഇപ്പൊ ട്രാൻസ്പെറൻസിക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ബാക്ടീരിയൂറിയ, നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോട്ടീനൂറിയ, അങ്ങനെ പല കണ്ടീഷൻസിലും ട്രാൻസ്പെറൻസിക്ക് മാറ്റം വരാം. അബ്നോർമൽ ആയിട്ട് ധാരാളം പസ്സൽസ് ഉണ്ടെങ്കിലൊക്കെ അത് ട്രാൻസ്പെറൻസിക്ക് മാറ്റം വരാം. ക്രിസ്റ്റൽസിന്റെ പ്രസൻസ് കൊണ്ടൊക്കെ മാറ്റം വരാം. അങ്ങനെയുള്ള യൂറിൻ ആണെങ്കിൽ നമ്മൾ ആ യൂറിനെ ഫിൽട്ടർ ചെയ്തോ അല്ലെങ്കിൽ സെൻട്രിഫ്യൂജ് ചെയ്തിട്ടോ അതിന്റെ ഫിൽട്രേറ്റ് അല്ലെങ്കിൽ സൂപ്പർനൈറ്റിന്റെ എടുത്തിട്ട് വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമലി ഒരു ട്രാൻസ്പെറന്റ് യൂറിൻ ആണെങ്കിൽ അതിനെ നമുക്ക് ആ രീതി തന്നെ പ്രോസസ് ചെയ്യാം. ക്ലൗഡി യൂറിൻ ആണെങ്കിൽ ഒന്നുകിൽ സെൻട്രിഫ്യൂജ് ചെയ്യുക അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പില് ഫിൽ യൂറിൻ അപ് ടു 2/3 ഓഫ് എ നാരോ ടെസ്റ്റ് ട്യൂബ്. നാരോ ടെസ്റ്റ് ട്യൂബ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വണ്ണം കുറഞ്ഞ് അല്പം നീളമുള്ള ടെസ്റ്റ് ട്യൂബിനാണ് നമ്മൾ നാരോ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുക. ആ ടെസ്റ്റ് ട്യൂബിന്റെ 2 ഭാഗം ഫിൽ ചെയ്യുക. മൂന്നാമത് ബോയിൽ ദ അപ്പർ പോർഷൻ ഓഫ് യൂറിൻ ഇൻ എ ഫ്ലെയിം.
ഒരു ഫ്ലെയിമില് അതിന്റെ അപ്പർ പോർഷൻ, ഇപ്പൊ ഒരു ട്യൂബില് നമ്മൾ മുക്കാൽ ഭാഗവും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മേലെയുള്ള ഭാഗം, സർഫസിന്റെ അങ്ങോട്ടേക്കുള്ള ഭാഗം ഒരു ഫ്ലെയിമിൽ നമ്മൾ ബോയിൽ ചെയ്യുക. അപ്പൊ ബോയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ട്യൂബ് സ്ലാൻഡിങ് പൊസിഷനിൽ, ചെരിഞ്ഞ പൊസിഷനിൽ ട്യൂബ് പിടിച്ച് നമ്മൾ ബോയിൽ ചെയ്യുക. ഒരിക്കലും ബോയിൽ ചെയ്യുമ്പോൾ വിഗറസ് ആയിട്ട് ചെയ്ത് അത് സ്പില്ല് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കരുത്. നമ്മൾ നോക്കി കൃത്യമായിട്ട് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പില് ആ ബോയിലിങ്ങിന് ശേഷം 1-2 ഡ്രോപ്പ് 5% അസിറ്റിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ അസിറ്റിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ, ബോയിൽ ചെയ്യുമ്പോൾ അവിടെ ഒരു ടർബിഡിറ്റി, പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ടർബിഡിറ്റി, ഒരു തരികൾ പോലെ ഒരു ടർബിഡിറ്റി അവിടെ ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു ക്ലൗഡിനെസ് അവിടെ ഫോം ചെയ്യും പ്രോട്ടീൻ ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ അതിലേക്ക് 1-2 ഡ്രോപ്പ് 5% അസിറ്റിക് ആസിഡ് ആഡ് ചെയ്യുന്നു. ഈ അസിറ്റിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ആ ടർബിഡിറ്റി ചിലപ്പോൾ അപ്രത്യക്ഷമാകാം, ഡിസപ്പിയർ ചെയ്യും. അങ്ങനെ ഡിസപ്പിയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ടർബിഡിറ്റി പ്രോട്ടീൻ മൂലം അല്ല, ആ ടർബിഡിറ്റി ഉണ്ടായത് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ കാർബണേറ്റ് ക്രിസ്റ്റൽസ് ആ യൂറിൻ ഉള്ളത് കൊണ്ടാണ്. മനസ്സിലാക്കുക, നമ്മൾ അതിന്റെ അപ്പർ പോർഷൻ, ടെസ്റ്റ് ട്യൂബിന്റെ അപ്പർ പോർഷൻ, യൂറിൻ ഉള്ള അപ്പർ പോർഷൻ നമ്മൾ ചൂടാക്കുന്നു. ചൂടായി കഴിഞ്ഞപ്പോൾ ടർബിഡിറ്റി ഫോം ചെയ്തു. അങ്ങനെ ടർബിഡിറ്റി ഫോം ചെയ്ത ആ യൂറിനിലേക്ക് നമ്മൾ 5% അസിറ്റിക് ആസിഡ് ആഡ് ചെയ്തപ്പോൾ ആ ടർബിഡിറ്റി ഡിസോൾവ് ചെയ്താൽ മനസ്സിലാക്കേണ്ടത് ആ ഫോം ചെയ്ത ടർബിഡിറ്റി ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ കാർബണേറ്റ് ക്രിസ്റ്റൽ കൊണ്ട് ഉണ്ടായതാണ്, പ്രോട്ടീൻ കൊണ്ട് ഉണ്ടായതല്ല. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഒന്നുകൂടി അത് ചൂടാക്കുന്നു, റീബോയിൽ ചെയ്യുന്നു. അങ്ങനെ റീബോയിൽ ചെയ്തതിനു ശേഷം അവിടെ ടർബിഡിറ്റി വീണ്ടും ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, ആ ടർബിഡിറ്റി പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോട്ടീന്റെ പ്രസൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് യൂറിൻ സാമ്പിളിൽ പ്രോട്ടീൻ കാണപ്പെടുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ചോദ്യം, നോർമലി അല്പ പ്രോട്ടീൻ യൂറിൻ ഉണ്ടല്ലോ, അപ്പോൾ പ്രോട്ടീന്റെ പ്രസൻസ് എന്ന് പറഞ്ഞ് നോർമൽ അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹീറ്റ് ആൻഡ് അസിറ്റിക് ആസിഡ് ചെയ്യുമ്പോൾ 100 മില്ലിഗ്രാമിൽ കുറവുള്ള പ്രോട്ടീനെ ഈ ടെസ്റ്റിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അത് നോർമൽ ലെവലിലുള്ള പ്രോട്ടീനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റിന് സെൻസിറ്റിവിറ്റി ഇല്ല. അപ്പൊ ഈ ടെസ്റ്റില് പ്രോട്ടീൻ കാണപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നോർമലിനേക്കാൾ കൂടിയ അളവിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഹീറ്റ് ആൻഡ് അസിറ്റിക് ആസിഡ് ടെസ്റ്റിൽ പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. അതിന്റെ റിപ്പോർട്ടിങ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ചിത്രത്തില് ക്ലിയർ ആയിട്ടുള്ള യൂറിൻ, ഒരു മാറ്റവും ഇല്ലാതെ കാണുന്നത്, അത് നെഗറ്റീവ് ആണ്. ട്രേസ് എമൗണ്ട്, രണ്ടാമത്തിൽ ട്രേസ് എമൗണ്ട് കാണുന്നു. സ്ലൈറ്റ് ക്ലൗഡിനെസ്, ചെറുതായിട്ട് ഒരു ക്ലൗഡ് പോലെ തോന്നുന്നതാണ് ട്രേസ്. മൂന്നാമത് 1+ എന്ന് പറയുന്ന ഗ്രേഡിംഗ് ആണ്. ക്ലൗഡ് വിത്തൗട്ട് ഗ്രാന്യൂൾസ്, ഈ ക്ലൗഡിൽ തരിതരിയായിട്ടുള്ള ഗ്രാന്യൂൾസ് കാണുന്നില്ല, ഒരു ക്ലൗഡ് മാത്രം കാണുന്നു, ക്ലൗഡിൽ ഗ്രാന്യൂൾസ് കാണുന്നില്ല. അത് നമ്മൾ 1+ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. 2+ ഹെവി ഗ്രാനുലാർ ക്ലൗഡ്, ഇതില് ഗ്രാന്യൂൾ ഫോമുകൾ തരിതരിയായിട്ട് കാണുന്നത് കൊണ്ട് നമ്മൾ അതിനെ 2+ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. 3+ ഡെൻസ് ക്ലൗഡ് വിത്ത് ഫ്ലോക്യൂൾസ്. ഫ്ലോക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഈ ചൂടായി കഴിയുമ്പോഴത്തേക്കും പ്രോട്ടീനുകൾക്ക് ഒരു രീതിയിലുള്ള കൊയാഗുലേഷൻ സംഭവിച്ചിട്ട് ഉണ്ടാകുന്ന ആ പാർട്ടിക്കിൾസിനാണ് നമ്മൾ ഫ്ലോക്യൂൾസ് എന്ന് പറയുക. ആ ഫ്ലോക്കുലർ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടെങ്കിൽ 3+ എന്നും. 4+ എന്ന് പറഞ്ഞാൽ തിക്ക് കൊയാഗുലം, ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടാവും. നമ്മൾ മുട്ടയൊക്കെ ചൂടായി കഴിയുമ്പോൾ കട്ട പിടിക്കുമല്ലോ, അതുപോലെ കട്ട പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ അതിനെ 4+ എന്നുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്നതിന് പുറമെ ഈ രീതിയിലുള്ള ഒരു ഗ്രേഡിംഗ് കൂടി നടത്തിയിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. വ്യക്തമായി എന്ന് കരുതുന്നു. കെമിക്കൽ എക്സാമിനേഷനിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഡിറ്റക്ഷൻ ഓഫ് ഷുഗർ. ഷുഗർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ബൈ ഡെഫിനിഷൻ ആണെങ്കിൽ സ്വീറ്റ് ടേസ്റ്റിംഗ് കാർബോഹൈഡ്രേറ്റ്സിനൊക്കെ നമ്മൾ ഷുഗർ എന്നാണ് പറയുക. ഇപ്പൊ ഗ്ലൂക്കോസും ഫ്രക്ടോസും ലാക്ടോസും എല്ലാം തന്നെ, സൂക്രോസും എല്ലാം തന്നെ ഈ ഷുഗർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുക. നമ്മുടെ ശരീരത്തില് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഷുഗർ ഗ്ലൂക്കോസ് ആണ്. എല്ലാവർക്കും
അറിയാവുന്ന ഒരു വസ്തുതയാണ്. നോർമലി സാധാരണ രീതിയിൽ നമ്മളുടെ യൂറിനിൽ ഗ്ലൂക്കോസ് കാണപ്പെടുന്നില്ല. കാരണം നമ്മുടെ ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഗ്ലൂക്കോസ്. ചെറിയ മോളിക്യൂളാണ്. ചെറിയ മോളിക്യൂളായ ഗ്ലൂക്കോസിനെ കിഡ്നി ഫിൽട്ടർ ചെയ്യും. പക്ഷെ പിന്നീട് നമുക്കറിയാം റീനൽ ട്യൂബ്യൂളുകൾ അതിനെ പൂർണ്ണമായിട്ട് അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ട് നോർമലി ഒരിക്കലും ഗ്ലൂക്കോസ് യൂറിനിൽ കാണുന്നില്ല. ഗ്ലൈക്കോസ് യൂറിയ. ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. ഞാൻ പറഞ്ഞു നോർമലി യൂറിനിൽ ഗ്ലൂക്കോസ് കാണുന്നില്ല. യൂറിനിൽ ഗ്ലൂക്കോസ് കാണുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസ് യൂറിയ. അത് നോർമൽ അല്ല. ഈ ഗ്ലൈക്കോസ് യൂറിയ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഗ്ലൂക്കോസിനെ കിഡ്നി പൂർണ്ണമായിട്ട് റീഅബ്സോർബ് ചെയ്യുന്നു. റീനൽ ട്യൂബ്യൂൾ പൂർണ്ണമായിട്ട് റീഅബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് യൂറിനിൽ വരാത്തത്. പക്ഷേ ഗ്ലൂക്കോസിന്റെ അളവ്, ബ്ലഡിലെ അളവ് റീനൽ ത്രഷ്ഹോൾഡ് എന്ന് പറയുന്ന ആ ലെവലിനേക്കാൾ മേലെയാണെങ്കിൽ ആ എക്സസ് ആയിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യാൻ നമ്മുടെ റീനൽ ട്യൂബ്യൂളുകൾക്ക് സാധിക്കുകയില്ല. ഗ്ലൂക്കോസിന്റെ കേസിൽ റീനൽ ത്രഷ്ഹോൾഡ് 180 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് 180 മില്ലിഗ്രാമിൽ അധികമാണെന്നുണ്ടെങ്കിൽ അധികമായിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യാനായി നമ്മുടെ റീനൽ ട്യൂബ്യൂളുകൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ അധികമായിട്ടുള്ള ഗ്ലൂക്കോസ് യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യുന്നു. ആ കണ്ടീഷന് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലൈക്കോസ് യൂറിയ. ഏതെല്ലാം രോഗങ്ങളിലാണ് ഗ്ലൈക്കോസ് യൂറിയ കാണുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്, പ്രമേഹ രോഗം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന പ്രമേഹ രോഗം. ആ രോഗത്തിൽ ഗ്ലൂക്കോസിന്റെ അളവിനെ, ബ്ലഡിലുള്ള അളവിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് സാധിക്കുന്നില്ല. ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ ക്രമാതീതമായിട്ട് ഉയരുന്നു. 180 മില്ലിഗ്രാമിൽ കൂടി കഴിയുമ്പോഴത്തേക്കും അത് യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. രണ്ടാമത് എസെൻഷ്യൽ ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എസെൻഷ്യൽ ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറഞ്ഞാല് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് നോർമൽ ആയിരിക്കുമ്പോൾ തന്നെയും കിഡ്നി കുറഞ്ഞ അളവിൽ ഗ്ലൂക്കോസിനെ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുക. അതൊരു റീനൽ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അതിന് നമ്മൾ എസെൻഷ്യൽ ഗ്ലൈക്കോസ് യൂറിയ, വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് എസെൻഷ്യൽ ഗ്ലൈക്കോസ് യൂറിയ. മൂന്നാമത്തത് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസിന്റെ കാറ്റഗറി തന്നെ പെടുത്താവുന്നതാണ്. എങ്കിലും പ്രഗ്നൻസി പീരീഡിൽ മാത്രം കാണുന്ന ഒരു അവസ്ഥ. ഗർഭാവസ്ഥയിൽ ഗർഭിണികളിൽ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഡയബറ്റിസ് മെലിറ്റസിനെയാണ് നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും പ്രസവശേഷം ഈ രോഗം അപ്രത്യക്ഷമാകാറുണ്ട്. യൂറിനുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിലുള്ള പരിശോധനകൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നു. ഒന്നാമത്തത് ബെനഡിക്ട്സ് ടെസ്റ്റ്, രണ്ടാമത് റിയേജന്റ് സ്ട്രിപ്പ് മെത്തേഡ്. റിയേജന്റ് സ്ട്രിപ്പ് മെത്തേഡ് ഞാൻ മുൻകൂട്ടി സൂചിപ്പിച്ചതുപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്ട്രിപ്പുകളാണ്. ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള റെഡിമെയ്ഡ് കിറ്റുകൾക്കാണ് നമ്മൾ റിയേജന്റ് സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ്റ്റിക്സ് അതിന്റെ ഒരു ട്രേഡ് നെയിമാണ്, ഗ്ലൂക്കോസ്റ്റിക്സ്. ബെനഡിക്ട്സ് ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. When heated with Benedict's reagent, glucose and reducing substances present in urine reduce cupric ions to cuprous ions in alkaline medium. This will produce different colors according to the concentration of sugars present in urine. Reducing substance എന്ന് പറയുന്നത് റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉള്ള വസ്തുക്കളെയാണ് നമ്മൾ റെഡ്യൂസിങ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു വസ്തുവാണ്. ഇപ്പൊ ഫ്രക്ടോസ് ആണെങ്കിലും അത് റെഡ്യൂസിങ് ആണ്. അതുപോലെ വൈറ്റമിൻ സി റെഡ്യൂസിങ് ആണ്. അപ്പൊ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉള്ള വസ്തുക്കള്, യൂറിനിലുള്ള വസ്തുക്കള്. ഇപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂറിനിൽ കാണാൻ സാധ്യതയുള്ള അബ്നോർമൽ കണ്ടന്റ്സിൽ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉള്ള ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ളത് ഗ്ലൂക്കോസ് ആണ്. അത് നമ്മുടെ മനസ്സിലുണ്ടാകുക. ഇപ്പൊ ഗ്ലൂക്കോസ് പോലുള്ള റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉള്ള കോമ്പൗണ്ടുകൾ
ബെനഡിക്സ് റിയേജന്റുമായിട്ട് ചേർത്ത് ചൂടാക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ബെനഡിക്സ് റിയേജന്റിലുള്ള കുപ്രിക് അയോൺസിനെ, കോപ്പറിന് നമുക്കറിയാം രണ്ട് രീതിയിലുള്ള അയോണുകളുണ്ട്, കുപ്രിക് അയോൺസും ഉണ്ട്, കുപ്രസ് അയോൺസും ഉണ്ട്. Cu2+ ഉണ്ട്, അതാണ് കുപ്രിക്. Cu+ ആണ് കുപ്രസ്. ഇപ്പൊ ഗ്ലൂക്കോസ് പോലുള്ള റെഡ്യൂസിങ് സബ്സ്റ്റൻസുകൾ ഈ കുപ്രിക് അയോൺസിനെ റെഡ്യൂസ് ചെയ്തിട്ട് കുപ്രസ് അയോൺസ് ആക്കി മാറ്റും. ഈ റിയാക്ഷൻ നടക്കുന്നത് ആൽക്കലൈൻ മീഡിയത്തിലാണ് നടക്കുക. ഇപ്പൊ ബെനഡിക്സ് റിയേജന്റ് മീഡിയം എന്ന് പറയുന്നത് ആൽക്കലൈൻ ആയിരിക്കും, അതിന്റെ pH ആൽക്കലൈൻ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കുപ്രസ് അയോൺസ് ഫോം ചെയ്യുമ്പോൾ അത് കളേർഡ് അയോൺസ് ആണ്. പക്ഷെ അതിന്റെ പ്രത്യേകത, കുപ്രസ് അയോൺസിന്റെ അളവ് കൂടുമ്പോഴത്തേക്കും കളറിന് വേരിയേഷൻ സംഭവിക്കും. വളരെ കുറഞ്ഞ അളവിൽ കുപ്രസ് അയോൺ വരുമ്പോഴത്തേക്കും അതിന്റെ കളറ് ഗ്രീൻ ആണെങ്കിൽ, അതിന്റെ കുപ്രസ് അയോണിന്റെ അളവ് കൂടി വളരെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴത്തേക്കും ആ കളറ് റെഡ് കളർ വരെ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കുപ്രസ് അയോണിന്റെ കളറിന്റെ വേരിയേഷൻ അനുസരിച്ച് ഗ്ലൂക്കോസിന്റെ അളവിനെ നമുക്ക് റഫായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ ടെസ്റ്റിനെ നമ്മളൊരു സെമി ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്രോക്സിമേറ്റ് ആയിട്ട് ഗ്ലൂക്കോസിന്റെ അളവ് നമുക്ക് കിട്ടുന്നത് കൊണ്ട്. ഇതിന്റെ പ്രൊസീജിയറിലേക്ക് നമുക്ക് പോകാം. Pipette 5 ml of Benedict's reagent into a boiling tube. ഇപ്പൊ ബോയിലിംഗ് ട്യൂബിലേക്ക് എടുക്കാൻ പറയുന്നതിന് കാരണം, ചൂടാക്കുന്ന സമയത്ത് നമ്മൾ ഹസാർഡ്സ് ഒക്കെ പഠിച്ച സമയത്ത്, പ്രിക്കോഷൻസ് ഒക്കെ പഠിച്ച സമയത്ത് മനസ്സിലാക്കിയിരുന്നു, എപ്പോഴും ചൂടാക്കുമ്പോൾ നമ്മൾ ബോയിലിംഗ് ട്യൂബ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 5 ml Benedict's reagent ബോയിലിംഗ് ട്യൂബിൽ എടുക്കുന്നു. അതിലേക്ക് 0.5 ml യൂറിൻ ആഡ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ബ്രാക്കറ്റിൽ 8 ഡ്രോപ്സ് എഴുതിയിട്ടുണ്ട്. 8 ഡ്രോപ്സ് എഴുതാൻ കാരണം അപ്രോക്സിമേറ്റ് ആയിട്ട് 8 ഡ്രോപ്സ് 0.5 ml തുല്യമാണ്. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 15 ഡ്രോപ്സ് ആണ് 1 ml എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ 8 ഡ്രോപ്സ് എന്ന് പറയുക. പക്ഷെ പ്രിഫറബിളി 0.5 ml തന്നെ മെഷർ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. മൂന്നാമത്തെ സ്റ്റെപ്പില് ഹീറ്റ് ഇൻ എ ഫ്ലെയിം ഫോർ 2 minutes ഓർ ബോയിൽ ഇൻ എ വാട്ടർ ബാത്ത് ഫോർ 5 minutes. രണ്ട് രീതി ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ബോയിലിംഗ് ആണെങ്കിൽ ഫ്ലെയിമിൽ നമ്മൾ 1 മുതൽ 2 മിനിറ്റ് വരെ ബോയിൽ ചെയ്യുക. ഈ ബോയിലിംഗിന്റെ സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വയലന്റ് ബോയിലിംഗ് ഉണ്ടാകാനും സ്പിൽ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ അതിന് നമ്മൾ ചിപ്സ് ഒക്കെ ആഡ് ചെയ്യും. മാർബിൾ ചിപ്സ് പോലെ ചിപ്സ് ആഡ് ചെയ്തിട്ട് ബോയിൽ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും വയലന്റ് ആയിട്ട് ബോയിൽ ചെയ്യില്ല. അതല്ലെങ്കിൽ അതർ വേ വി ക്യാൻ ബോയിൽ ഇൻ എ വാട്ടർ ബാത്ത് ഫോർ 5 minutes. തിളയ്ക്കുന്ന വാട്ടർ ബാത്തിൽ 5 മിനിറ്റ് ചൂടാക്കുക. നാലാമത്തെ സ്റ്റെപ്പ് കൂൾ അണ്ടർ ടാപ്പ് വാട്ടർ. ഏത് രീതിയിലാണ് നമ്മൾ ബോയിൽ ചെയ്തതെങ്കിലും ടാപ്പ് വാട്ടറിൽ നല്ല രീതിയിൽ തണുപ്പിക്കുക. ഒബ്സർവ് ദ കളർ ഓഫ് ദ സൊല്യൂഷൻ ആൻഡ് പ്രസിപ്പിറ്റേറ്റ്. അപ്പൊ ഈ സൊല്യൂഷന് കളർ ഉണ്ട്, പ്രസിപ്പിറ്റേറ്റും ഫോം ചെയ്യും. അപ്പൊ രണ്ടും നമ്മൾ ഒബ്സർവ് ചെയ്യണം. അപ്പൊ സൊല്യൂഷന്റെ കളറും അതിന്റെ പ്രസിപ്പിറ്റേറ്റ് നോക്കിയിട്ടാണ് ഈ റിസൾട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അതിന്റെ റിപ്പോർട്ടിംഗ് ഇങ്ങനെയാണ്. നോ ചേഞ്ച് ഇൻ കളർ, അതായത് ബെനഡിക്സ് റിയേജന്റിന്റെ കളർ ബ്ലൂ കളറാണ്. ഒന്നാമത്തെ ചിത്രം നമുക്ക് നോക്കി അറിയാം. ആ ബ്ലൂ കളർ മെയിൻറ്റെയിൻഡ് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ആബ്സെൻസ് ഓഫ് ഷുഗർ. അവിടെ റെഡ്യൂസിങ് ഷുഗേഴ്സ് ഒന്നും കാണപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഗ്രീൻ കളർ ആണെങ്കിൽ നമ്മൾ ട്രേസ് എമൗണ്ട് എന്ന് പറയുക. ട്രേസ് എമൗണ്ട് ഉദ്ദേശിക്കുന്നത് 0.5 gram പെർസെന്റേജ് കുറവുള്ളതിനെയാണ് നമ്മൾ ട്രേസ് എമൗണ്ട് എന്ന് പറയുന്നത്. ഗ്രീൻ വിത്ത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ 0.5 ഗ്രാമിനേക്കാൾ അധികമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുവാണെങ്കിൽ, യെല്ലോ കളർ ആൻഡ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ 1 gram പെർസെന്റേജ് ഓർ എബോവ് നമ്മൾ അതിനെ ഗ്രേഡ് ചെയ്യുന്നു. ഓറഞ്ച് കളർ വിത്ത് ഓറഞ്ച് പ്രസിപ്പിറ്റേറ്റ് 1.5 gram% ഓർ എബോവ്. ബ്രിക്ക് റെഡ് കളർ ആൻഡ് റെഡ് പ്രസിപ്പിറ്റേറ്റ് 2 gram ഓർ എബോവ്. ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സെമി ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ആണ്. അപ്രോക്സിമേറ്റ് ആയിട്ട് എത്രമാത്രം ഗ്ലൂക്കോസ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഷുഗറിന്റെ അളവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യൂറിനുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കണ്ടെത്താനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബെനഡിക്സ് റിയേജന്റ്. പ്രമേഹ രോഗികൾ, ഡയബറ്റിക് രോഗികൾക്ക് തങ്ങളുടെ
ഷുഗറിന്റെ അളവ്, ഗ്ലൂക്കോസിന്റെ അളവ് ഏകദേശമൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താം. താങ്ക് യു.